ഹായ് കൂട്ടുകാരെ, ഇത് നമ്മൾ തയ്യാറാക്കുന്നത് ഒരു സിമ്പിളായിട്ടുള്ള ഒരു അവിയലാണ്. നമ്മളെ വീടുകളിലൊക്കെ തയ്യാറാക്കുന്ന ഒരു അവിയൽ. അപ്പോൾ അധികം കഷ്ണങ്ങളൊന്നുമില്ല. നമ്മളിത് സദ്യക്കൊന്നും ഉണ്ടാക്കുന്ന ടൈപ്പ് അവിയലല്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ കുറച്ച് മുരിങ്ങയ്ക്ക നമ്മൾ മുറിച്ചെടുത്തിട്ടുണ്ട്. ഒരു ക്യാരറ്റ്, ഒരു വഴുതനങ്ങ, ഒരു തക്കാളി, പിന്നെ ഒരു ചൗചൗവിൻ്റെ തൊലി കളഞ്ഞെടുത്തിട്ടുള്ളതാണ്. പിന്നെ 3 പച്ചമുളക്, ഒരു ചെറിയ തക്കാളി, ഒരു പടവലങ്ങയുടെ പകുതി, പിന്നെ ഒരു ചേമ്പ് കൂടി എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ നമ്മൾ അവിയലിന് അരിയുന്ന പോലെ അരിഞ്ഞിതാ ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ഇപ്പോൾ തക്കാളി ഇട്ട് കൊടുത്തിട്ടില്ല. ബാക്കി കഷ്ണങ്ങളെല്ലാം അരിഞ്ഞെടുത്തതിന് ശേഷം നമ്മളിത് വേവിച്ചെടുക്കുകയാണ്. ഇത് നമുക്ക് അല്ലാതെ തന്നെ എണ്ണയിൽ വഴറ്റി വേണമെങ്കിലും കഷ്ണങ്ങൾ വേവിക്കാവുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ എന്താ ചട്ടി വെച്ചിട്ട് വെള്ളം ഒഴിച്ച് വേവിക്കുകയാണ്. അപ്പോൾ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മൂടി വെച്ചതിന് ശേഷം ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ അല്പസമയം കഴിഞ്ഞിട്ട് നമ്മൾ മൂടി തുറന്ന് നോക്ക്. അപ്പോൾ ഈ കഷ്ണങ്ങളൊക്കെ ഒരു പകുതി വേവായിട്ടുണ്ട്. ഇനി നമ്മൾ അതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിരുന്ന തക്കാളി ഇല്ലേ, അത് അരിഞ്ഞത് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അത് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതെല്ലാം കൂടി ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഇതുവരെ ഉപ്പ് ചേർത്തില്ലായിരുന്നു. അപ്പോൾ ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് കഷ്ണങ്ങളൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ കഷ്ണങ്ങളൊന്നും അധികം ഉടയാത്ത രീതിയിൽ ഇളക്കി കൊടുക്കാം. അപ്പോൾ ദേ കഷ്ണങ്ങൾ ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മളിത് അടച്ചു വെച്ച് വീണ്ടും വേവിക്കുകയാണ്. അപ്പോൾ ആ കഷ്ണങ്ങൾ വേവുന്ന സമയം കൊണ്ട് നമുക്ക് അരപ്പ് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ ഞാൻ അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ 1/4 ടീസ്പൂൺ ജീരകം, 2 ചെറിയുള്ളി, 3 അല്ലി വെളുത്തുള്ളി, പിന്നെ ഒരു ചെറിയ സ്പൂൺ 1 സ്പൂണ് മുളക് പൊടി, പിന്നെ ഒരു ചെറിയ സ്പൂണ് മഞ്ഞൾപ്പൊടി. അപ്പോൾ ഇത്രയും കൂടെ ഒന്ന് ഒരുപാട് അരയേണ്ട, ഒരു മീഡിയം ലെവലിലൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. അരച്ചെടുത്ത അരപ്പ് നമ്മൾ കഷ്ണങ്ങൾ വെന്തതിന് ശേഷം അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇത് കുറച്ച് ലൂസായിട്ടുള്ള ടൈപ്പ് അവിയലാണ്. നമ്മൾ വീട്ടിൽ സാധാരണ നമ്മൾ വെക്കുന്ന അവിയലാണ് കേട്ടോ. അപ്പോൾ ഇത് ആ കഷ്ണങ്ങളിലേക്ക് അരപ്പൊക്കെ പിടിക്കുന്നതിന് വേണ്ടി നമ്മളൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പം ഇളക്കി കൊടുത്തതിന് ശേഷം ഇനി ഇത് നല്ലതുപോലെ ഒന്ന് തിളച്ച് ആ അരപ്പിൻ്റെ ആ ഒരു പച്ച മണമൊക്കെ ഒന്ന് പോയതിന് ശേഷം നമുക്കിത് വാങ്ങി വെക്കാവുന്നതാണ്. അപ്പോൾ ഇത് തിളച്ചൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അല്പസമയം കൂടെ നമുക്ക് ഈ ഒന്ന് അരപ്പൊക്കെ ഒന്നുകൂടെ ഒന്ന് വറ്റി വരാനുണ്ട്. അപ്പോൾ കറിവേപ്പില ഇട്ടതിന് ശേഷം ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇളക്കി കൊടുത്തതിന് ശേഷം വീണ്ടും നമ്മൾ നന്നായിട്ട് തിള വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഗ്രേവിയൊക്കെ ആ ഒരു കറക്റ്റ് പരുവത്തിനായിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ തീ ഓഫ് ചെയ്തതിന് ശേഷം ഒരല്പം വെളിച്ചെണ്ണയും കൂടി നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ ഈ ചട്ടിയിലിരുന്ന് കുറച്ചുകൂടി ഒന്ന് അവിയൽ കുറുകി വരും. അപ്പോൾ നമുക്ക് അല്പസമയം കൂടി കഴിഞ്ഞിട്ടൊന്ന് നോക്കാം. അപ്പോൾ ദേ അവിയലൊക്കെ കറക്റ്റ് പരുവമായിട്ടുണ്ട്. എന്നാലും ഒരു ലൂസ് പരുവത്തിലുള്ള അവിയലാണ് കേട്ടോ. അപ്പോൾ ഇതേപോലെ നിങ്ങൾ അവിയൽ എല്ലാവരും ഉണ്ടാക്കുന്നതായിരിക്കും. അപ്പോൾ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കുക. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അപ്പം നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്.